വിജയുടെ നമസ്കാരം. നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഒരു വലിയൊരു മൂവ്മെന്റ് നടക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ആ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലായിരുന്നു. അതായത് പ്രതിപക്ഷം നമ്മുടെ രാജ്യത്ത് നിന്ന് അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. അപ്പോൾ നമ്മൾ ഒരു കീനായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ 95 തെരഞ്ഞെടുപ്പുകളാണ് രാഹുൽ ഗാന്ധി തോറ്റിരിക്കുന്നത്. 95 തെരഞ്ഞെടുപ്പ് അദ്ദേഹം ലീഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു 5 തെരഞ്ഞെടുപ്പ് കൂടെ തോറ്റു കഴിഞ്ഞാൽ 100 തെരഞ്ഞെടുപ്പ്, അതായത് സെഞ്ചുറിയിലേക്ക് അദ്ദേഹം എത്തും. അദ്ദേഹം സെഞ്ചുറിയിലേക്ക് എത്തുമ്പോൾ ഈ കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന മറ്റു പാർട്ടികളെല്ലാം തന്നെ വളരെ വലിയ രീതിയിലുള്ള അതൃപ്തിയിലാണ്. പ്രത്യേകിച്ച് ബീഹാർ കൂടെ 8 നിലയിൽ പൊട്ടിയ സ്ഥിതിക്ക് അവരെ ആ അതിർത്തി പരസ്യമാക്കി പ്രകടിപ്പിക്കുകയാണ്. ഇപ്പൊ സ്റ്റാലിൻ ആയാലും ശരി തന്നെ, മമതാ ബാനർജി ആയിരുന്നാലും ശരി തന്നെ, ഒമർ അബ്ദുള്ള ആയിരുന്നാലും ശരി തന്നെ. എന്തിനു പറയുന്നു, ഈ കോൺഗ്രസിനകത്തുള്ള വലിയ നേതാക്കന്മാർ പോലും രാഹുൽ ഗാന്ധിയുടെ ഈ നേതൃത്വത്തെ നിശിതമായി വിമർശിക്കുകയാണ്, വളരെ ഭീകരമായിട്ട് വിമർശിക്കുകയാണ്. എന്നാൽ ഈ പ്രാദേശിക പാർട്ടികൾക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ദേശീയ പാർട്ടി ഇല്ലാതെ ദേശീയ തലത്തിൽ BJPയെ എതിർക്കുക എന്നുള്ളത് അസാധ്യവുമാണ്. ഈ കോൺഗ്രസിന് ഇപ്പോഴും പല സ്ഥലങ്ങളിലും നല്ല വേരുകളുണ്ട് എന്നാണ് കോൺഗ്രസിനെ വിമർശിക്കുന്നവരും കോൺഗ്രസിനെ അനുകൂലിക്കുന്നവരും പ്രധാനമായിട്ടും പറയുന്നത്. ഇപ്പോഴും കോൺഗ്രസ് ഒരു നല്ല പാർട്ടി തന്നെയാണ്. കോൺഗ്രസിന് പല സ്ഥലത്തും വലിയ വേരുകളുണ്ട്. രാജ്യമെമ്പാടും കോൺഗ്രസിന് വലിയ ഹോൾഡ് ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രതിപക്ഷ നേതാവ് അവിടെ ഇരിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിന് അത് നയിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ ഉയർന്നു വരാത്തത് എന്നുള്ള ഒരു വശം ഒരു ഭാഗത്ത്. രണ്ടാമതൊരു കൂട്ടരുണ്ട്. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ് മികച്ച നേതാവ്, കോൺഗ്രസ് ഒരു ചത്ത കുതിരയാണെന്നാണ്. ആദ്യമുള്ളവർ പറയുന്നു കോൺഗ്രസ് മികച്ച പാർട്ടിയാണ്, രാഹുൽ ഗാന്ധിയാണ് മോശം നേതാവ്. രണ്ടാമതുള്ളവർ പറയുന്നു കോൺഗ്രസ് ചത്ത കുതിരയാണ്, രാഹുൽ ഗാന്ധിയാണ് മികച്ച നേതാവ് എന്ന് പറയുന്നു. അങ്ങനെ അത് രണ്ടാമതുള്ളവർ പറയുന്നത് രാഹുൽ ഗാന്ധി മികച്ച നേതാവാണെന്ന് പറയുന്നവർ കൂടുതലും കേരളത്തിലുള്ളവരാണ് കേട്ടോ. കേരളത്തിലുള്ളവർക്കാണ് രാഹുൽ ഗാന്ധിയോട് പ്രിയം കൂടുതൽ. അപ്പൊ ഇങ്ങനെ പറയുന്നു. പക്ഷേ ഇതൊരു വലിയ തകർച്ചയിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ ഭാവിയിൽ ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാത്ത ഒരു ഇന്ത്യ ആയിരിക്കുമോ നമ്മൾ കാണാനായിട്ട് പോകുന്നത്? ഒരൊറ്റ പാർട്ടിയും, നമ്മൾ ഈ കോമഡിക്കൊക്കെ പറയുമല്ലോ, ഇവർ കോമഡിക്ക് പറയുന്നത് ആരാണ്? ഈ മോദിയെ വിമർശിക്കുന്ന, മോദി ഫാസിസ്റ്റ് ആണ്, നാർസിസ്റ്റ് ആണ്, മുസോളിനിസ്റ്റ് ആണ് എന്ന് പറയുന്ന ആൾക്കാർ മോദിയെ വിമർശിക്കുന്നത് മോദി വന്നു കഴിഞ്ഞാൽ ഉടനെ അടിയന്തരാവസ്ഥ നടപ്പിലാക്കും, ഈ എലക്ഷൻ റദ്ദാക്കും, പ്രതിപക്ഷ നേതാവിനെ ആ പോസ്റ്റ് റദ്ദാക്കും, ഒരു പാർട്ടി, അതായത് 1 നേഷൻ 1 പാർട്ടി 1 റൂളർ എന്നിങ്ങനെ രീതിയിലാക്കും. പക്ഷെ ഇവര് പറഞ്ഞത് അറം പറ്റാൻ പോവുകയാണ്. അത് മോദി അദ്ദേഹം ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യുന്നതല്ല. ഇനി അദ്ദേഹത്തിന്റെ ഒരു ദൈവാനുഗ്രഹമാണോ എന്ന് എനിക്കറിയില്ല. അതിങ്ങനെ വന്നു പോവുകയാണ്. കാരണം ഇപ്പോ പ്രതിപക്ഷ നേതൃത്വം അസ്തമിക്കാൻ പോവുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് വൈകാതെ അസ്തമിക്കും. പ്രാദേശിക പാർട്ടികൾ അവരവരുടെ മാളത്തിലേക്ക് ഒതുങ്ങും. അവിടെയും ഈ പ്രാദേശിക പാർട്ടികളെ BJP വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കേരളത്തിലുള്ള മാധ്യമങ്ങൾ പറയുന്നത് നമ്മൾ വളരെയധികം സൂക്ഷിക്കണമെന്നാണ്. കാരണം കേരളം സൂക്ഷിക്കണം. 3ാമത്തെ ടേമാണ് ഇപ്പോ ഈ CPM വന്നു കഴിഞ്ഞാൽ 3ാമത്തെ ടേമാണ് വീണ്ടും ഭരണത്തിൽ വരാൻ പോകുന്നത്. 4ാമത്തെ ടേം ആകുമ്പോഴേക്കും BJP ഭരണത്തിൽ വരും. അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസിനെ എന്ത് വിധേനയും ഭരണത്തിൽ കയറ്റണം എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ കോൺഗ്രസ് നശിച്ചു പോകും കേരളത്തിൽ, അറ്റ്ലീസ്റ്റ് കേരളത്തിൽ. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യമാണ് മുന്നോട്ട് പോകുന്നത്. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് യഥാർത്ഥത്തിൽ മോദിയുടെ കഴിവാണോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കഴിവുകേടാണോ? എന്താ തോന്നുന്നു? ഞാൻ വടക്കോട്ടൊന്നും പോകുന്നില്ല. ഞാൻ ഇന്ന് കേരളത്തില് കഴിഞ്ഞ 2 ദിവസമായിട്ട് എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിലാണ്. 7 പഞ്ചായത്തുണ്ട്. ഈ എൻ്റെ മണ്ഡലത്തിലാണ് ഇടതുപക്ഷത്തിന് കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാർട്ടി ഗ്രാമങ്ങളൊക്കെ ഉണ്ടായിരുന്ന മണ്ഡലം. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ എനിക്കറിയാതെ നമ്മുടെ ശ്രീമാൻ VS അച്യുതാനന്ദൻ്റെയും വീട് പുന്നപ്പുള വയലാർ രക്തസാക്ഷി മണ്ഡപമൊക്കെ നിൽക്കുന്നിടം. അപ്പം ഞാൻ 3 പഞ്ചായത്തുകൾ ഇന്നലെ അതുവഴി കടന്നുപോയി. ഞാൻ അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നു. അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അതല്ല. ഈ 3 പഞ്ചായത്തുകളിലും BJP വേഴ്സസ് CPM ആണ് മത്സരം. കോൺഗ്രസ് എങ്ങും കളത്തില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. കാരണം ഞാൻ RSSന്റെ ശാഖ തുടങ്ങുമ്പോൾ ഞാൻ ഒരാൾ മാത്രമാണ് കൊടിയിട്ടുകൊണ്ട് തുടങ്ങുന്നത്. അന്ന് വളരെ കാലം പ്രവർത്തിച്ചു. ആ പഞ്ചായത്തിൽ ഇന്ന് നമ്മളന്ന് ഒരാളെയൊക്കെ കണ്ടെത്തി മത്സരിപ്പിക്കാൻ പ്രയാസകരമായിരുന്നു. ഇന്ന് ആ പഞ്ചായത്തിൽ അവിടെ കോൺഗ്രസ് ഇപ്പോഴും ശക്തമാണ്. കുറേയൊക്കെ ഒരു കടലോര മേഖലയിൽ കൂടിയാണ്. അവിടെ ചിലയിടത്തൊക്കെ കോൺഗ്രസ് വേഴ്സസ് BJP, മറ്റു ചിലയിടത്ത് BJP വേഴ്സസ് CPM. അതായത് BJP 3ാമത്തെ കക്ഷിയല്ല, നേരിട്ടുള്ള ഫൈറ്ററാണ്, ഫൈനൽ റൗണ്ടിലെ ആളാണ്. ആ രീതിയിലേക്ക് അവിടെ മാറി. അടുത്ത പഞ്ചായത്തിൽ വരുമ്പോൾ അവിടെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസ് ബിഗ് സീറോ ആയിരുന്നു.
ഇത്തവണ അതാണ് ഫൈറ്റ്. അതിന്റെ അടുത്ത പഞ്ചായത്ത് ഞാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കോൺഗ്രസ് ഇല്ല, BJP CPM, BJP കാരണം കോൺഗ്രസിനൊന്നും കടന്നു കയറാൻ കഴിയാത്ത CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളും കോട്ടകളുണ്ട്. അവിടെ പണ്ടോട്ടെ BJP മത്സരിക്കുന്നതാണ്, അവരൊന്നും ഇല്ലാതിരുന്ന കാലത്ത്. ഇപ്പൊ അവിടുത്തെയൊക്കെ ബിഗ് ഫൈറ്റർ BJP ആയിട്ട്. അതായത് ആ 3 പഞ്ചായത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയും, ഒന്നുകിൽ BJP ഭരിക്കും അല്ലെങ്കിൽ പ്രതിപക്ഷത്താണ്. കാരണം ഫൈറ്റ് നടക്കുന്നത് അങ്ങനെയാണല്ലോ, രണ്ടുപേര് ഫൈറ്റ് നടക്കുമ്പോൾ ഒരാൾക്ക് 1ാം സ്ഥാനം മറ്റൊരാൾക്ക് റണ്ണേഴ്സപ്പും കിട്ടും അല്ലെ, അങ്ങനെയാണല്ലോ സാധാരണ മത്സരം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് BJPക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഈ 3 പഞ്ചായത്തില് ഞങ്ങൾ ഒന്നുകിൽ പ്രതിപക്ഷത്ത് വരും അല്ലെങ്കിൽ ഞങ്ങൾ ഭരിക്കുമെന്ന്. കാരണം അതാണ് അവസ്ഥ 3 സ്ഥലത്ത്. അതിശയകരമായി പോയി അത് കണ്ടിട്ട്. കാരണം വെച്ചാല് വളരെ ആ ഒരു മേഖലകളിലൊക്കെ പറഞ്ഞ ഇടതുപക്ഷത്തിലേക്ക് വലിയ കോട്ട, ഒരു കാലത്ത് അവിടെ നിന്ന് കടന്നു ചെല്ലാൻ പോലും കഴിയാത്ത മേഖലകളിലൊക്കെയാണ് ഈ ഒരു വലിയ മാറ്റം നടന്നിരിക്കുന്നത്. അവിടെയൊക്കെ BJP പ്രവർത്തകരുടെ മികവ് കൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് മാത്രം ഒരു കപ്പാസിറ്റിയും കഴിവൊന്നും നേതാക്കന്മാർക്കൊന്നും ഇല്ല. ഒരുപക്ഷെ അവർ പോലും അറിയാതെ, മറ്റേ ആട് സിനിമയിൽ പറഞ്ഞ എന്താണ് ഷാജി പാപ്പ, നമ്മൾ പോലും അറിയാതെ ഒരു അധോലോകമായി മാറുകയാണ് എന്ന് പറയുന്നത് പോലെ ഇവര് പോലും അറിയാതെ ഈ പാർട്ടി വല്ലാതെ അങ്ങ് വളരുകയാണ്. കാരണം അവിടെയൊക്കെ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ BJP സ്ഥാനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ആളുകൾ ചിരിച്ചിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല പറയുന്നത്, അവർ തമ്മിൽ ഫൈറ്റിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അതായത് BJP-കാരൊന്നും ചെയ്തില്ലെങ്കിലും, നാട്ടുകാരുടെ ഫോൺ എടുത്തില്ലെങ്കിലും, നാട്ടുകാരെ ചിരിച്ചു കാണിച്ചു കഴിഞ്ഞാൽ കഷത്തിൽ കട്ട വെച്ച് നടക്കുന്നവരാണെങ്കിലും അവരോടുള്ള സ്നേഹമല്ല, നരേന്ദ്രമോദിയോടുള്ള സ്നേഹവും ആ വികസനത്തിന്റെ സ്നേഹവുമാണ് ആ ജനം അതേ രീതിയിലേക്ക് അവിടെ എത്തുന്നത്. വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് അവിടെയൊക്കെ. ഇത് വോട്ടായി മാറാം. ഇവരുടെ ഒരു കൺട്രോളിൽ അല്ലാത്തത് കൊണ്ടാണല്ലോ ഇവരുടെ മെമ്പർമാരൊന്നും ഇവർ പറഞ്ഞത് കേൾക്കാത്തത് ജയിച്ചു വന്നു കഴിയുമ്പോൾ. കാരണം അവർക്ക് തന്നെ അറിയാം, ഇവന്മാരുടെ കഴിവുകൊണ്ടൊന്നും ഞങ്ങൾ ജയിച്ചു വന്നാലും പാർട്ടിക്കും അറിയാം ഞങ്ങൾ കാരണമല്ല ജയിച്ചു വന്നത്. അതെന്താന്ന് ചോദിച്ചാൽ ദേശീയ തലത്തിൽ ഉണ്ടായി വരുന്ന ഒരു ഓളം, ആ ഓളമാണ് ഈ താഴെ തട്ടിൽ പോലും നമ്മൾ പ്രതിഫലിക്കുന്ന സാധനം. ഇപ്പോൾ നമ്മൾ ദേശീയ തലത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അവിടെ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം, അതായത് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കോൺഗ്രസ് പിളരും, കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസ് ഒരു ബാധ്യതയായി മാറുന്നു. ഇതേ ഡയലോഗ് തന്നെ സ്റ്റാലിൻ പറഞ്ഞു, കോൺഗ്രസ് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉദ്ധവ് താക്കറെ പറഞ്ഞു കോൺഗ്രസുമായിട്ട് ഇനി മുൻപോട്ട് പോകുക പ്രയാസകരമാണെന്ന്. മമത പറഞ്ഞു ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇവിടെ മത്സരിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് മമതയും ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ പ്രശ്നമുണ്ട് ധനുഷ. ഇപ്പം ഇന്ന് ഇന്ത്യയിൽ 7 സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ നേതാവില്ല. ഇന്ന് ന്യൂസ് ഇന്ത്യ മലയാളം ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. 7 സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ നേതാവില്ല ഇന്ത്യയിൽ. ഒരു സംസ്ഥാനത്ത് പ്രതിപക്ഷമേ ഇല്ല, നാഗാലാൻഡില്. അങ്ങനെയാണ്. അങ്ങനെ ടോട്ടൽ 8 സംസ്ഥാനത്ത് പ്രതിപക്ഷമില്ല. ആകെ ഉള്ളത് 28 സംസ്ഥാനമാണ്. അതിൽ 8 ഇടത്തില്ല. 18 സംസ്ഥാനങ്ങളിൽ ആണ് BJP ഭരിക്കുന്നത്. അതായത് ആ നിലയിലേക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം. അതായത് കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അതായത് ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനം എടുക്കണമെങ്കിൽ ഒരു നമ്പർ വേണം. ഇപ്പോൾ തേജസ്വി യാദവ് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്, ഒരു നമ്പർ വേണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് അത് കിട്ടിയിരുന്നില്ല, കാരണം ആ ടോട്ടൽ നമ്പർ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോഴാണ്, അതായത് 60 കൊല്ലം അവർക്ക് മനസ്സിലായിട്ടില്ല നമ്മുടെ രാജ്യം ഇത്ര കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യമാണ്, ഇങ്ങനെയാണ് ഈ രാജ്യത്തെ ഭരിക്കേണ്ടതെന്ന് അവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. 2014 ശേഷം നരേന്ദ്രമോദി ഒന്ന് ഭരിച്ചു കാണിച്ചപ്പോഴാണ് സത്യം പറഞ്ഞ ഇവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയാണ് ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഭരിക്കേണ്ടത്. സ്വാഭാവികമായിട്ട് അവർ ചിന്തിച്ചാണ് പിന്നെ എന്തിനാ ഈ 60 കൊല്ലം നമ്മളെ ഭരിച്ചു മുടിച്ചവന്മാർക്ക് വീണ്ടും വോട്ട് ചെയ്യുന്നത്. അത് അങ്ങനെ ഒരു പ്രതിഭാസമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വലിയ തിയറിയൊന്നും ഇതിന്റെ പുറകെ കൊണ്ടുവരേണ്ട ആവശ്യം, ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വിലയിരുത്തുന്ന പോലുള്ള തിയറി ഉണ്ടല്ലോ, ഫാസിസം, നാസിസം, മറ്റേ ഡീപ്പായിട്ട് അതൊന്നും പോകേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ മുമ്പ് BBC ഒരു സർവേ നടന്നത്, എനിക്ക് തോന്നുന്നത് 2014-ലോ 2016-ലോ ഇന്ത്യയിലെ ഇലക്ഷനുമായി മോദി ഫസ്റ്റ് ഇലക്ഷൻ 2014. അപ്പൊ അന്ന് ഇലക്ഷൻ നടന്നപ്പോൾ ഇന്ത്യക്കാരോട് ചോദിച്ചു നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്നത് എന്താണെന്ന്. അതിനകത്ത് 65% പേര് പറഞ്ഞ അഴിമതിയാണ്. ബാക്കിയൊക്കെ അവർ കണ്ണടയ്ക്കും. പെണ്ണുകേസും അവർ കണ്ണടയ്ക്കും. ഇപ്പൊ വേറെ എന്തെങ്കിലും ഈ വിവരക്കേട് വിളിച്ച് പറഞ്ഞാൽ അവർ കണ്ണടയ്ക്കും. പക്ഷെ അഴിമതി അവർക്ക് കണ്ണടക്കത്തില്ല, കാരണം അവരെ കൂടെ അധ്വാനിച്ച പൈസയാണ് അടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ അഴിമതി രഹിതമായ ഒരു സർക്കാരാണ് BJPയുടെ 18 സംസ്ഥാനങ്ങളിൽ ഉള്ളത്. നമ്മൾ നിതീഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞു, ഇതുവരെ അദ്ദേഹത്തിന്റെ ചുമലിൽ ഒരു അഴിമതി ആരോപണമില്ല. ഈ നരേന്ദ്രമോദി ഇത്രയും വർഷം പറഞ്ഞു, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ പോലും ഒരു അഴിമതി ആരോപണം ഇല്ല ആർക്കും. ഈ അഴിമതി രഹിതമായി നിൽക്കുമ്പോൾ നമുക്ക് അവരോട് തോന്നുന്ന ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ഒരു കറകളഞ്ഞ നേതാവ്, ഒരു ഫ്രോഡ് നേതാവിനെ നമ്മൾ ദൂരെ കണ്ടാലേ നമ്മൾ എന്ത് പറയും, ഫ്രോഡാണ് അവൻ എന്ന് പറയും അല്ലേ. പക്ഷെ ഇതാണ് അവസ്ഥ. ഇതിലേക്കാണ് ജനം വല്ലാതെ ആകർഷിക്കുന്നത്. അവർക്കൊന്നും കിട്ടിയിട്ടല്ല,
ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നാളെ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുമല്ല. പക്ഷെ ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഞാനിപ്പം എന്നെ ഇപ്പം ഈ പാർട്ടിക്കാരൊക്കെ ചിരിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ പാർട്ടിക്ക് ഞാൻ കൈ കൊടുത്തില്ലെങ്കിലോ കുഴപ്പമില്ല. പക്ഷെ എന്റെ കൺമുമ്പിൽ ഒരു നാഷണൽ ഹൈവേ പോകുമ്പോൾ എനിക്ക് സന്തോഷമല്ലേ? എടാ, എനിക്കും കൂടെ സഞ്ചരിക്കാൻ ഒരു റോഡായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ ഡെവലപ്മെന്റ് നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് വോട്ടായി മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന സംഭവം എന്താണെന്നറിയോ? ഇപ്പൊ 7 സംസ്ഥാനത്താണ് പ്രതിപക്ഷ നേതാവ് ഇല്ലാത്തത്, ഒരു സംസ്ഥാനത്ത് പൂർണ്ണമായും പ്രതിപക്ഷമില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ സംഭവിക്കുന്നത്, കോൺഗ്രസ് തകർന്നു പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, ഈ പ്രാദേശിക പാർട്ടികളെ കൊണ്ട് BJP എതിർക്കാൻ കഴിയില്ല. കാരണം പ്രാദേശിക പാർട്ടികൾക്ക് പ്രാദേശികമായേ കരുത്തുള്ളൂ. പ്രാദേശികമായി ഇപ്പം CPM കേരളത്തിൽ മാത്രമേ ഉള്ളൂ, പിന്നെ തേജസ്വി യാദവിന് ബീഹാറിലേ ഉള്ളൂ, മമതാ ബാനർജിക്ക് ബംഗാളിലേ ഉള്ളൂ. ഇവരെ കൊണ്ട് എങ്ങനെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ മോദിക്ക് കടിഞ്ഞാണിടാൻ കഴിയുന്നത്? അതായത് ഇവരെല്ലാം ഓരോ മുത്തുകളാണ്. ഇവരെ കോർക്കാൻ ഒരു നൂല് വേണ്ടേ? ആ നൂലാണ് കോൺഗ്രസ്. ആ ദേശീയത, അത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന നൂല. ആ നൂലിലേക്ക് ഓരോരുത്തരായിട്ട് കോർക്കണം. കേരളത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരെ, തമിഴ്നാട്ടിൽ നിന്ന് DMK-ക്കാരെ, അങ്ങനെ ഓരോരുത്തരെ കോർത്താണ് അവരുടെ അലയൻസ് വരുന്നത്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ മാല പൂർണ്ണമാകത്തുള്ളൂ. അപ്പം നൂല് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് എവിടെയാണ് കോർക്കേണ്ടത്? ആരാണ് ഇത് കോർക്കുന്നത്? നേരെ മറിച്ച് BJP-യുടെ ലൈൻ നോക്കൂ. അവർ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അവരുടെ ആ NDA എന്ന് പറയുന്ന മാല കറക്റ്റാണ്. അവർക്ക് ഇന്ന ആളെന്നൊന്നുമില്ല. ആരെ കിട്ടിയാലും അവർ കൈ കൊണ്ടുവരുന്നത്. അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന കേട്ടോ വേറൊരു പ്രശ്നമുണ്ടല്ലോ. യഥാർത്ഥ കോൺഗ്രസ് ഇവിടെയുള്ള BJP-ക്കാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ചരിത്രപരമായിട്ട് പരിശോധിച്ചപ്പോൾ അത് ശരിയാണെന്ന് ചരിത്രം പറയുന്നു. പക്ഷേ കേരളത്തിലുള്ളവർ അംഗീകരിച്ചു തരാൻ തയ്യാറല്ല. അവരുടെ മുമ്പിൽ എത്ര തെളിവുകൾ എടുത്തു വെച്ചാലും കേരളത്തിലുള്ള മാധ്യമങ്ങൾ അതിനെ ബ്ലണ്ടായിട്ട് എതിർത്തുകൊണ്ടേയിരിക്കും. ഇപ്പോഴും വോട്ട് ചോരി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. 15 ലക്ഷം ഇപ്പോഴും മോദി തന്നില്ല എന്ന് പറഞ്ഞ് കരയുന്ന കേരള മാധ്യമങ്ങളുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ യഥാർത്ഥ കോൺഗ്രസ് എവിടെയാണ്? യഥാർത്ഥ കോൺഗ്രസ് ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, യഥാർത്ഥ കോൺഗ്രസ്, ദ റിയൽ കോൺഗ്രസ്, സ്വാതന്ത്ര്യ സമരം നടത്തിയ ആ റിയൽ കോൺഗ്രസ് എവിടെയാണ്? ഇവിടെയുള്ള BJP-ക്കാർ പറയുന്നത് ആ കോൺഗ്രസ് ഇപ്പോൾ BJP-യിൽ ലയിച്ചു എന്നാണ്. ജനസംഘത്തിലോ BJP-യിലോ ലയിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉള്ള കോൺഗ്രസ് അങ്ങനെ കോൺഗ്രസ് ആയിട്ട് വന്ന് പിളർന്ന് പിന്നീട് ഇന്ദിരാ കോൺഗ്രസ് ആയി. ആ ഇന്ദിരാ കോൺഗ്രസ് ആണ് ഇപ്പോൾ ഉള്ള കോൺഗ്രസ്. റിയൽ കോൺഗ്രസ് ഇതിലോട്ട് ലയിച്ചു എന്നാണ് പറയുന്നത്. അത് സത്യമാണോ? അത് റിയൽ കോൺഗ്രസ് 1947 ആഗസ്റ്റ് 15 അർദ്ധരാത്രിക്ക് മുൻപ് തന്നെ മരിച്ചു. അന്ന് ഗാന്ധിജി പറഞ്ഞു. കാരണം ആ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ല, സ്വാതന്ത്ര്യ സമരത്തിന് രൂപം കൊടുത്തതായിരുന്നു കോൺഗ്രസ്. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത് നിങ്ങൾ ഇത് പിരിച്ചുവിടണം എന്ന് പറഞ്ഞു. അതിനു മുമ്പ് തന്നെ അണ്ണന്മാർ പാർട്ടിയാക്കിയായിരുന്നു. ഇത് തന്നെയാണ് അണ്ണാ ഹസാരയുടെ സമരത്തിൽ നൂണ്ടുകയറിയ അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കി. അന്നും അണ്ണാ ഹസാരെ പറഞ്ഞു, എടാ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം ചെയ്യരുത്, ഇവിടെ നമ്മൾ നടത്തുന്ന വേറൊരു മൂവ്മെന്റ് ആണ്, അഴിമതിക്കെതിരെ നടത്തുന്ന മൂവ്മെന്റ് ആണ്. ആ മൂവ്മെന്റ് നിന്നിട്ട് ഞങ്ങളുടെ ചോരയും നീര് മൂറ്റി കുടിച്ചെന്നാണ് നീ രാഷ്ട്രീയ പാർട്ടി, നീ ഗതി പിടിക്കത്തില്ലെന്ന് അന്ന് ആ മൂപ്പിലാൻ പറഞ്ഞതാ. ഇന്ന് എന്തായി? ജയിലിൽ കിടന്ന് അഴിയെണ്ണുകയാണ്. ഒരു ദിവസം ഒരു നേരമെങ്കിലും അണ്ണാ ഹസാരെ പുള്ളി ഓർക്കുന്നുണ്ടാവും. ഇതുപോലെ അന്ന് ഗാന്ധിജി പറഞ്ഞു, ഈ പ്രസ്ഥാനം ഈ രാജ്യത്തെ എല്ലാവരും കൂടെ ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിന് രൂപം നൽകിയതാണ്. ഈ പ്രസ്ഥാനം ഇവിടെ വെച്ച് നിർത്തി, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വേറൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചോളൂ, തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിന്റെ അതേ കൊടി, ദേശീയ പതാകയുടെ അതേ കളറുകൾ വെച്ചുകൊണ്ട് അവന്മാർക്ക് പിന്നെ ഈ നമ്മുടെ അശോക സ്തംഭവും ആരക്കാലുള്ള ചക്രവും വെക്കാൻ പറ്റിയില്ല. അതിന് പകരം ചെയ്ത പണി എന്താണ്? ചർക്ക വെച്ചു. ചർക്ക ഒറ്റ നോട്ടത്തിൽ കണ്ട പാവപ്പെട്ട ഇന്ത്യൻ ജനത ചിഹ്നം മാത്രം നോക്കി വോട്ട് കൊത്തുന്ന കാലത്ത് ചർക്ക കണ്ടു കഴിഞ്ഞാൽ ദേശീയ പതാക എന്നൊരു തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. എന്നിട്ട് അവരൊരു ഡെഫിനിഷൻ കൊടുത്തു. ഗാന്ധിജി ഈ ചർക്ക നൂത്താണല്ലോ ഖദർ നെയ്തത്, അതിനാണ് ചർക്ക. ചർക്കയുടെ ആ ചക്രം മാത്രമാണ് സാധാരണ ജനം കാണുന്നത്, ബാക്കി കാണില്ല. സ്വാഭാവികമാണ്. ഇന്ന് ചർക്ക എവിടെ? അതിനുശേഷം ഇവർ പശുവും കിടാവുമായിട്ട് വന്നു. അതൊരു നല്ല സിമ്പിൾ തന്നെയായിരുന്നു. കാരണം ഇന്ത്യയുടെ ഒരു ഹൃദയം എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരുന്നു. അമ്മയുടെ ഒരു സങ്കല്പം മാത്രമായിരുന്നില്ല, പകരം വൈകാരികമായിട്ട് അതിനൊന്നുണ്ടായിരുന്നു. പിന്നെ കാർഷിക മേഖലയാണ്, പശുവിനെ ദൈവത്തെ പോലെ കാണുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു വലിയ സ്വീകാര്യതയുണ്ട്. ആ പിന്നീട് ആരാണ് ഭിന്ദ്രംവാല കൊടുത്ത കൈപ്പത്തിയായിട്ടാണ് പിന്നെ നടന്നത്. 5 നദികളുടെ സംഗമം എന്ന് പറഞ്ഞത് ഇങ്ങനെ കൊടുത്ത കൈപ്പത്തിയാണ് ഇവിടെ കൊണ്ടത്. അതിനിപ്പോ പുതിയ കഥ കാസർഗോഡ് ഏതോ അമ്പലത്തിൽ വന്നപ്പോൾ കൊടുത്തതാണെന്നാണ് പറയുന്നത്. കൈപ്പത്തി ക്ഷേത്രവും കാസർഗോഡ് ഉണ്ടെന്നാണ് പറയുന്നത്. കഥകൾക്ക് വഞ്ഞൊന്നുമില്ല, അതൊക്കെ അങ്ങനെ പോകുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കറക്റ്റ് സാധനം. പക്ഷെ അന്നും ഇന്നും ഈ RSS മുൻപോട്ട് വെക്കുന്ന ആശയങ്ങളോട് മാനസികമായ അടുപ്പമുള്ള കോൺഗ്രസ്സുകാർ ഉണ്ടായിരുന്നു. കാരണം അവർ പറയുന്നതാണ് ശരിയെന്ന്. അതിനൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ 1947 ഇന്ത്യ വിഭജിച്ചത് എന്തിനായിരുന്നു? മതത്തിന്റെ പേരിലല്ലേ വിഭജിച്ചത്, അല്ല വേറെന്തെങ്കിലും പേരിലായിരുന്നു വിഭജിച്ചത്. അപ്പോ മതത്തിന്റെ പേരിൽ വിഭജിച്ചു പോയപ്പോൾ പറഞ്ഞത് എന്തിന് ഈ ഭരണഘടന എഴുതിയ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവരുടെയൊക്കെ കൂറ് എവിടെയാണെന്നുള്ളത്. അത് പിന്നെ എങ്ങനെയാണ്
ഇവർക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ പ്രതിപക്ഷ പാർട്ടികൾക്കും കോൺഗ്രസ് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, SDP കഷ്ടമായിട്ട് അവരുടെ രാഷ്ട്രീയം പറയാൻ തുടങ്ങിയിടത്താണ് ഇവർ പരാജയപ്പെട്ടത്. അതായത് തുറന്ന് SDP തോറ്റുപോകും ഇവരുടെ മുമ്പിൽ. അതിനേക്കാൾ രൂക്ഷമായ രീതിയിലാണ് കോൺഗ്രസും DMKയും CPM ഒക്കെ പറയുന്നത്. പക്ഷെ ഇപ്പോൾ അവർക്ക് അപകടം മണത്തു തുടങ്ങി. കാരണം ഹിന്ദുവിന്റെ വോട്ടില്ലാതെ ഇവർക്ക് ആർക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. ഹിന്ദുവിനെ പഴയതുപോലെ പറ്റിക്കാനും കഴിയില്ല. കാരണം ഹിന്ദുവിന് ഇന്ന് പാർട്ടിയുണ്ട്, ഇല്ല ഹിന്ദു പറയുന്നിടത്ത് നിൽക്കാൻ പാർട്ടിയുണ്ട്. ഹിന്ദു പറയുകയാണ് CPMനോട്. കഴിഞ്ഞ ദിവസം മോഹൻ ഭഗവത് പറഞ്ഞു, ഞങ്ങൾ BJPയുടെ പിന്നിൽ നിൽക്കുന്നവരല്ല, ഇവിടെ ആരാണോ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത് അവർക്ക് ഒപ്പമാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തന കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നു. അതുകൊണ്ട് ഇന്നിപ്പോ ഹിന്ദുവിന് ആർജവത്തോട് പറയാം, CPM ആണോ ഞങ്ങളൊപ്പം നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്കായിരിക്കും ഞങ്ങളുടെ വോട്ട് എന്ന് പറയാനുള്ള ആർജവം വന്നു. ഈ ഹിന്ദുവിന്റെ വോട്ട് വേണ്ട എന്ന് പറയാൻ ഇന്ത്യയിൽ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയില്ല. അതാണ് ആദ്യം അവർ തിരിച്ചറിയേണ്ടത്. സ്റ്റാലിൻ എന്ന് പറഞ്ഞ പിണറായിയേക്കാളും വലിയ ഒരു ഹിന്ദു വിരോധിയാണ്. അദ്ദേഹം പഴനിയില് വലിയ ഇന്റർനാഷണൽ മുരുക കോൺക്ലേവ് നടത്തി, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഇന്റർനാഷണൽ തലത്തിൽ. അതിന്റെ തന്നെ വിവിധ യോഗങ്ങൾ തമിഴ്നാട്ടിൽ വിവിധ ജില്ലകളിൽ അദ്ദേഹം നടത്തി. ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അതായത് ഹിന്ദു ദൈവങ്ങളെ പരസ്യമായി അവഹേളിക്കുകയും പറയുകയും ചെയ്യുന്ന സ്റ്റാലിനാണ് അത് ചെയ്തിരിക്കുന്നത്. മറ്റ് പിണറായി കുറഞ്ഞ പക്ഷം അയ്യപ്പ സംഗമത്തിൽ ഒരു അയ്യപ്പ വിഗ്രഹമെങ്കിലും അവിടെ വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെത്തിയില്ലേ? അതൊരു മാറ്റമല്ലേ? കാരണം നിലനിൽപ്പില്ല പറഞ്ഞില്ലേ. പക്ഷെ അവിടെയും കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അടിതെറ്റി. അവർക്ക് അത് ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം അവർക്ക് ലക്ഷ്യമില്ല. കാരണം അവർ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന ഉടായ്പ പണിയായിരുന്നു. മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുക, ഹിന്ദുക്കളെ ജാതി പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യുക, ഹിന്ദുക്കളെ ഇങ്ങനെ കാണുമ്പോൾ കൈവക്കി കാണിച്ച് ചിരിക്കുക, അതിൽ വീണോളുമെന്ന് അവർ കരുതി. പക്ഷെ ഇപ്പൊ എന്ത് പറ്റി? ഇനി അയ്യപ്പ സംഗമത്തില്ലേ, ഇല്ലെങ്കിൽ ഈ അയ്യപ്പന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളുടെ പോലെ മുസ്ലിങ്ങൾ പോവുമോ? ഇനി അവർക്ക് അനുകൂലമായിട്ട് ഇവര് പോവുക, ഇവർ ഇരുട്ടി തപ്പുക. ഏത് ആംഗിൾ ഇവർക്ക് എടുക്കണമെന്ന് അറിയില്ല, ഏത് ആംഗിളിലേക്ക് പോകണമെന്ന് അറിയുന്നില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുടെ ഫാൻസി ഡ്രസ്സ്. ഒരിടത്ത് ചെല്ലുമ്പോൾ ചന്ദനക്കുറിയൊക്കെ ഇട്ട് കാവിഷാലോട്ട് ഹിന്ദു ആകും, വേറെടുത്ത് ചെല്ലുമ്പോൾ മുസൽമാനാകും, വേറെടുത്ത് ചെല്ലുമ്പോൾ ക്രിസ്ത്യാനിയാകും, ബുദ്ധനാകും, പലതുമാകും. അപ്പം ഈ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരുന്നവര് ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും നിങ്ങൾ അങ്ങനെ കണ്ടോ? എവിടെങ്കിലും രാഹുൽ ഗാന്ധി തൊപ്പി വെച്ച് പോകുന്നത് കണ്ടോ? അതായത് ഈ ഇസ്ലാമിക ആചാരപ്രകാരമുള്ള മതപരമായ തൊപ്പി വെച്ച് ഏതെങ്കിലും ഒരു വിഷൽ ഈ അടുത്ത കാലത്ത് കണ്ടോ? ഏതെങ്കിലും ഒരു വിഷൽ രാഹുൽ ഗാന്ധി ചന്ദനക്കുറിയിട്ട് നടക്കുന്നത് കണ്ടോ? കാവി ഷാളണിഞ്ഞ് നടക്കുന്നത് കണ്ടോ? എന്തുകൊണ്ട് പോകുന്നില്ല? രാഹുൽ ഗാന്ധിക്ക് അറിയില്ല എവിടെ പിടിച്ചാൽ 10 വോട്ട് കിട്ടുമെന്ന്. ആ നിലയിലേക്ക് ഇന്ത്യൻ പൊളിറ്റിക്സ് മാറി. ആ നിലയിലേക്ക് ഇന്ത്യൻ പൊളിറ്റിക്സ് മാറുമ്പോൾ ഒരു കൊടി ഇവിടെ ഉണ്ടാകൂ എന്നുള്ളതാണ് ഭാവിയിൽ. ആ കൊടി എന്ന് പറഞ്ഞാൽ BJPയുടെ കൊടിയല്ല, പകരം കാവി ധ്വജമാണ്. അതിന് പല ആംഗിൾ ഉണ്ടാകും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, BJPക്ക് ബദലായിട്ട് ഇനി ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ, BJPയെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ വരും, അത് വരില്ല എന്ന് ഞാൻ പറയുന്നില്ല, സമയമെടുക്കും. അങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ വരും. അത് വരുന്നത് BJPയേക്കാൾ ഡബിൾ ഉള്ള അതിതീവ്ര ദേശീയ ബോധമുള്ള, ദേശീയ ചിന്തകളുള്ള, അതിതീവ്ര ഹിന്ദുത്വമുള്ള ഒരു പ്രസ്ഥാനം ഇവിടെ വരും. ആ പ്രസ്ഥാനത്തിന് മാത്രമേ ഇപ്പോഴുള്ള BJPയുടെ തേരോട്ടത്തിന് തടയിടാൻ കഴിയൂ. ഇപ്പോഴുള്ള ഇന്ത്യയിലെ പൊളിറ്റിക്സിന് പറ്റില്ല. അത് പറ്റണമെങ്കിൽ ഇറ്റലിയിൽ നമ്മൾ കണ്ടതുപോലെ, മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ നമ്മൾ കാണുന്നത് പോലെ അതിതീവ്ര ദേശീയതയും അതിതീവ്ര ഹിന്ദുത്വവുമായി വരുന്ന, കാരണം ഹിന്ദുത്വം എന്ന് പറയുന്നതിനാണല്ലോ ദേശീയത എന്ന് പറയുന്നത്. അതായത് BJPയുടെ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇതെല്ലാം. ഞാൻ ഒരു കാര്യം കൂടെ, ഈ ഒരു BJP ഞാൻ കാണുന്നത്, ഈ ഒരു BJPയുടെയും ഈ ഒരു NDAയുടെയും ഈ ഒരു ലൈനാണ് ഏറ്റവും എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ, ഇൻ ദ സെൻസ് ജനാധിപത്യപരമായി ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള രീതിയിലാണ് അവർ ജനാധിപത്യപരമായിട്ട്, നിയമപരമായിട്ട് എല്ലാ നമ്മുടെ രാജ്യത്തെ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് അവർ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. അതാണ് എക്സ്ട്രീം. അപ്പൊ ഇതിലും എക്സ്ട്രീം ആയിട്ട് ഒരു പാർട്ടി വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു ഫാസിസ്റ്റ് രീതിയിലേക്ക് പോകാനുള്ളൊരു സാധ്യത, ഒരു പ്രവണത കാണിക്കാൻ ഉള്ള ഒരു ലക്ഷണമില്ലേ? ഒരിക്കലും ഇല്ല. കാരണം ഇതിനു മുമ്പ് എക്സ്ട്രീം ലെവലിലേക്ക് പോയ പാർട്ടികളായിരുന്നു CPMഉം BJPയും ഒക്കെ. അവർ അധികാരം കിട്ടിയതിനു ശേഷമാണ് അവർ ഡൈലൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുമ്പൊക്കെ അവര് സ്ട്രോങ് ഡിസിഷൻസ് ആയിരുന്നല്ലോ, അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകളുണ്ടായിരുന്നു. BJPയെക്കാട്ടിലും സ്ട്രോങ് ആയിട്ടുള്ള തീവ്ര ഹിന്ദു എക്സ്ട്രീമിസം ഉള്ള പാർട്ടികളല്ലേ ശിവസേനയും മറ്റും അല്ലായിരുന്നു? ആ ശിവസേനയും മറ്റും അവരുടെ പ്രബലമായിട്ടുള്ള ഒരു പീരീഡിലാണല്ലോ ഈ ബാബറി മസ്ജിദ് ഡെമോളിഷൻ ഒക്കെ നടന്നത്. അപ്പൊ അതിന്റെ ഒരു വിഷയം നമ്മൾ ഇന്നും അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇതിലും തീവ്ര എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഇപ്പം നിൽക്കുന്നത് ഓക്കെയാണ്, കാരണം ഇപ്പോൾ എല്ലാം വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിലും എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ, ഇപ്പൊ ശിവസേനയൊക്കെ നമ്മൾ എക്സാമ്പിളായിട്ട് മുന്നിലുണ്ട്. അവരുടെ ആ ഒരു കാലഘട്ടത്തിലാണ് ബാബറി മസ്ജിദ് ഡെമോളിഷൻ ഒക്കെ നടക്കുന്നത്. അതിന്റെ ഇപ്പൊ December 6 ഇപ്പോഴും സ്ഫോടനം നടക്കുമോ എന്നുള്ളൊരു ഭയത്തിലാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു എക്സ്ട്രീമിസത്തിലേക്ക് പോകുമ്പോൾ അത് ശരിയായിട്ട് വരുമോ? എന്റെ ഡൗട്ടാണ്. ഇതാ ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഞാൻ എക്സ്ട്രീമിസം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ പള്ളി തകർക്കുന്ന കാര്യമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അവിടെയാണ് നിങ്ങളുടെ കുഴപ്പം. അതാണ് നമ്മുടെ ജനത്തിന്റെ കുഴപ്പം. അതായത് അതിതീവ്ര ദേശീയത എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനതയ്ക്കുള്ളതുപോലെ നമ്മുടെ രാജ്യം എന്നൊരു വികാരത്തിലേക്ക് അതിതീവ്രമായി അടുക്കുന്നതിനെയാണ് പറയുന്നത്. അല്ലാതെ മുസ്ലിങ്ങളുടെ പള്ളി നാളെ പോയി തല്ലിപ്പൊളിക്കണമെന്നോ അല്ല ക്രിസ്ത്യാനികളുടെ പള്ളിക്ക് ബോംബിടണമെന്നോ അല്ല പറയുന്നത്. ഇത് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഈ കുഴപ്പം. അതാണ് ഞാൻ പറയുന്നത്, ഈ തലമുറയിൽ അത് നടക്കും. ഇപ്പൊ ഉടനെ നടക്കത്തില്ലെന്ന് പറയുന്ന കാര്യം ഞാനും നീയും ഒക്കെ ചത്തടങ്ങി കഴിഞ്ഞാൽ നടക്കും. കാരണം ഇപ്പൊ ഇരിക്കുന്നവരുടെയൊക്കെ ചിന്താഗതി ഇങ്ങനെയായിരിക്കും. കാരണം അടുത്ത തലമുറ വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇത് മനസ്സിലാകും, എന്താണ് ദേശീയത എന്നുള്ളതും എന്താണ് അതിതീവ്ര ദേശീയത. അതിതീവ്ര ദേശീയത എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ചിന്താഗതിയാണ് അതിന് പറയുക. എന്റെ രാജ്യം, ഇപ്പൊ നമ്മൾക്ക് ഒരു ചിന്താഗതി, എന്റെ രാജ്യം എന്നൊരു ചിന്താഗതി എത്ര പേർക്കുണ്ടാകും? എന്റെ രാജ്യം എന്നൊരു ചിന്താഗതി ഇല്ല. ആ ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തണം. രാഷ്ട്രമാണ് ഫസ്റ്റ് എന്ന് നമുക്കൊരു ചിന്താഗതിയിലേക്ക് എന്നെത്തുന്നു, അതിനെയാണ് നമ്മൾ ദേശീയതയുടെ അങ്ങേ അറ്റമെന്ന് നമ്മൾ പറയുന്നത്, അല്ലെ? ഇന്നിപ്പോ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാ? കേരളം, പഞ്ചായത്ത്, എന്റെ വീട്, ഞാൻ എന്നതിൽ നിന്ന് മാറി നമ്മുടെ രാജ്യം, അതായത് നമ്മുടെ രാജ്യത്തിൽ കിട്ടുന്ന ചെറുതും വലുതുമായ എല്ലാ നേട്ടങ്ങളിലും സന്തോഷിക്കുകയും നമ്മുടെ രാജ്യത്തിൽ നേരിടുന്ന പരാജയങ്ങൾ അതീവമായി ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ദേശീയതയുടെ അങ്ങേ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു നമുക്ക് ചിന്തിക്കാൻ കഴിയും. അത് എത്തുന്ന സമയത്തെന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അത് എത്തുന്ന സമയത്ത് ഇപ്പോൾ നമുക്കിപ്പോൾ നാളെ ഒരു റെയർ മെറ്റൽസ് ചെയ്യണം, അത് ഇന്ന സ്ഥലത്ത് ചെയ്യണം, അവിടെ ചില പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉറച്ച മനസ്സോടെ അത് ഇന്ന ഡേറ്റിൽ തന്നെ നമ്മളത് ചെയ്ത് തുടങ്ങണം. കാരണം അത് ഒറ്റ മനസ്സാണ്. ഇപ്പം ഞാൻ ചോദിച്ചു, നമ്മുടെ കുടുംബത്തിൽ ഒരു വിഷയം നടക്കുമ്പോൾ നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വിഷയം സിമ്പിൾ ആയിട്ട് തീരും. പക്ഷെ നമ്മളാരും ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങാത്തത് കൊണ്ടാണ് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും തീരാത്തത്, അല്ലേ? നമ്മുടെ കുടുംബത്തിൽ എത്രയോ പേരുണ്ടല്ലേ, അവരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് വാ നമ്മുടെ ഒരു കുടുംബക്ഷേത്രം പണിയാൻ, നമുക്കെല്ലാം കട്ടക്കിറങ്ങാം, അതിനു വേണ്ടിയിട്ടുള്ള വഴികൾ നോക്കാം. ചിലപ്പോൾ നമുക്ക് പല വഴിക്ക് പണം വരുന്നവരായിരിക്കാം, പക്ഷെ അതിനകത്ത് നിന്നൊരു പങ്ക് ഇവിടെ കൊടുക്കാൻ നമ്മൾ തയ്യാറാകില്ല. പകരം നമുക്കത് എത്രത്തോളം യൂസ് ചെയ്യാതെ നോക്കും. അങ്ങനെ ഇറങ്ങുന്ന ഒരു ചിന്താഗതിയുള്ള കാര്യമാണ് അത്. ശിവസേനയും ബി ജെ പിയും തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. അത് രണ്ടും രണ്ടാണ്. ഞാൻ പറയുന്നത് ദേശീയത എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രാവാക്യം ദേശീയതയാണ്. ബി ജെ പിയുടെ മാത്രമല്ല, കോൺഗ്രസിന്റെ മുദ്രാവാക്യം ദേശീയത തന്നെയാണ്. ദേശീയതയ്ക്കൊണ്ട് നിലകൊള്ളുന്നത് അതല്ല ഞാൻ പറഞ്ഞത്. ഇതിനെ കവർ ചെയ്യാൻ നമ്മളെന്താ പറയത്തില്ല, എന്താ ബൂർഷയെ തോൽപ്പിക്കാൻ ബൂർഷയുടെ അപ്പനാകണം, അങ്ങനെ എന്തോ ഒരു സിനിമ ഡയലോഗ് ഉണ്ടല്ലോ. എന്ന് പറയുന്നത് പോലെ ഇതിനപ്പുറത്തേക്ക് പോകണം. നമ്മൾ കണ്ടാണ് മെലോണി എന്താണ് അവിടെ ചെയ്തത്? അത് തീവ്ര ദേശീയതയാണ് അവർ ഉയർത്തിവിട്ടത്. മറ്റേ ഇവിടെ എന്താണ് കണ്ടത്? ഗ്രീസിൽ എന്താണ് നമ്മൾ കാണുന്നത്? ജർമ്മനിയിൽ എന്താണ് കാണുന്നത്? ബ്രിട്ടനിൽ എന്താണ് നമ്മൾ കാണുന്നത്? അതാണ് അതിതീവ്ര. അതല്ല ഞാൻ ഈ അതിതീവ്രമായ ദേശീയ ചിന്ത എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ പള്ളി തല്ലിപ്പൊളിക്കുക എന്നുള്ളതോ നാളെ റോഡിൽ കൂടെ പോകുന്ന മുസ്ലിങ്ങളെ ഓടിച്ചിട്ട് തല്ലുക എന്നുള്ളതോ അല്ല. ആ ചിന്ത വിടുക. കാരണം ഇവിടെ മുസ്ലിം എന്നും ക്രിസ്ത്യൻ എന്നും ബുദ്ധനെന്നും ഇല്ല. ഇവിടെ ഒരു വിഭാഗമേ ഉള്ളൂ, അത് ഹിന്ദുവാണ്, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനിയാണ്, ഇന്ത്യക്കാരാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ഞാൻ ഇവിടെ ഇപ്പം എന്റെ പേര് സുലൈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഇസ്ലാമായിട്ടോ ക്രിസ്ത്യാനായിട്ടോ കാണുന്നത്. ഞാനതൊരു ഇന്ത്യക്കാരനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്പോർട്സ് താരങ്ങൾ എത്രയോ മുസ്ലിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നില്ലേ ഇന്ത്യക്ക് വേണ്ടിയിട്ട്? ഇല്ലേ? വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരൻ ആർത്ത് വിളിച്ച് കൈയടിക്കുന്നത്? യു പിക്കാരനായ കളിക്കാരന്റെ പേരെന്താ? ഷമി, അങ്ങനെ ഉണ്ടല്ലോ ആ പയ്യൻ, കളിക്കാരന്റെ പേര്. അദ്ദേഹം അല്ലെ എത്രയോ സംഖ്യകളാണ് കൈയടിക്കുന്നത്, അല്ലെ? അതെന്താണത്? രാജ്യമെന്ന വികാരമാണ്. മതമെന്ന വികാരം ഉണ്ടെങ്കിൽ കൈയടിക്കുവോ? ഇല്ല. അതുപോലത്തെ ഒരു വികാരം വരണം. അത് വരും. ഇപ്പൊ വന്നിട്ടില്ല, അത് വരും. ആ വരുന്ന സമയത്തേക്ക് മാറും.